നമസ്കാരം. അവൾക്കൊപ്പം, അതിജീവിതയ്ക്കൊപ്പം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പല സുഹൃത്തുക്കളുടെയും സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ടാഗ് ലൈൻ ഇതാണ്. പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിയാക്ഷൻ നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാതിരുന്നത്? ഞങ്ങളത് പ്രതീക്ഷിച്ചതാണല്ലോ. കേരളത്തിൽ ഇന്ന് പതിനായിരക്കണക്കിന് അതിജീവിതമാർ ജീവിച്ചിരിപ്പുണ്ട്. അതിൽ നീതി ലഭിക്കാത്തവരുണ്ട്, അനുകൂലമായ വിധി ലഭിക്കാത്തവരുണ്ട്, കോടതിയിൽ ഈ കേസ് എത്തിക്കാൻ പോലും സാധിക്കാത്തവരുണ്ട്, അടിച്ചമർത്തപ്പെട്ടവരുണ്ട്, ഒന്ന് വാതുറക്കാൻ പോലും അനുവദിക്കാതെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് സ്വാധീനങ്ങളോ ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെട്ട അതിജീവിതന്മാരുണ്ട്. ഇവർക്കൊപ്പം നിൽക്കാതെ, ഇവർക്ക് ഒപ്പം നിൽക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അതൊന്നും കാണാതെ ഒരുവിധം മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു വിധി, 6 പേര് കുറ്റക്കാരാണെന്ന് കണ്ടു, അവരെ ശിക്ഷിക്കുന്നു, അവർ ശിക്ഷാർഹരാണെന്ന് പറയുന്നു, നീതി ലഭിച്ചില്ല എന്ന്. ഇപ്പം ശിക്ഷയുടെ അളവ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നീതി ലഭിച്ചില്ല എന്ന് പറയുന്നൊരു സാഹചര്യമില്ല. പിന്നെയുള്ളത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞതാണ് ഇവരെ വിഷമിപ്പിക്കുന്നത്. അല്ലാതെ അവൾക്കൊപ്പമാണ് എന്നുള്ളതിനേക്കാൾ അവർ പറയുന്ന ആ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ ദിലീപിനെതിരാണ് എന്ന് മാത്രമാണ്. അപ്പം അങ്ങനെ സമൂഹ മാധ്യമവും നമ്മുടെ മാധ്യമങ്ങളും രൂപപ്പെടുത്തിയ ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദിലീപിനെതിരാണ് എന്ന് പറയേണ്ട ഗതികേട് എനിക്കില്ല. കാരണം എൻ്റേതായ ന്യായങ്ങളും ചിന്തകളും എനിക്കുണ്ട്. അല്ലാതെ ചാനലുകളിൽ കുറേ മൊട്ടത്തലയന്മാരിരുന്ന് പറയുന്നത് കേട്ട് എൻ്റെ മാനസികാവസ്ഥ, എൻ്റെ മനോനില ട്യൂൺ ചെയ്യേണ്ട ഒരു കാര്യം എനിക്കില്ല. ദിലീപിനെ ന്യായീകരിക്കാനോ അതിനൊന്നും അല്ല കേട്ടോ ഞാൻ ഇത് പറയുന്നത്. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അയാൾ 1-ാം പ്രതിയാക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞതിന് ശേഷവും ഇതിൻ്റെ പിന്നാലെ നടക്കുന്നതിൽ ഉള്ള അപാകത അത് പോട്ടെ. എനിക്ക് മനസ്സിലാവാത്ത 1-2 ചോദ്യങ്ങളുണ്ട്. അതിനുത്തരം പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ കൊല്ലാനായിട്ട് ഒരാളെ ഏൽപ്പിക്കണം. ആൾ കൊല്ലുന്ന നേരത്ത് അവിടെ ചുറ്റി നിൽക്കുന്നവരോടൊക്കെ വിളിച്ച് പറയണം, എടാ ഇത് രാജു എന്നുള്ള കൊട്ടേഷൻ കേട്ടാ, അതിനാണ് ഞാൻ കൊല്ലണേ എന്ന് പറയുന്ന ഒരവസ്ഥ, അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഈ കാര്യത്തിൽ ഇവരെ ഏൽപ്പിച്ച കാര്യം ഇവർ ചെയ്യുന്നതിനിടയ്ക്ക് പറഞ്ഞുവെന്നാണ് പറയുന്നത്, ഇത് ദിലീപ് ഏൽപ്പിച്ച കൊട്ടേഷനാണെന്ന്. ഓക്കെ, അങ്ങനെയല്ല. പിന്നീട് അന്വേഷണക്കാർ പോലീസുകാർ പിടിച്ച് 4 ഇടി ഇടിച്ചപ്പോൾ പറഞ്ഞതാണെങ്കിൽ പോലും കുടി സുനിയെ പോലെ സീസൺഡ് ആയിട്ടുള്ള ഒരു ക്രിമിനല്, ആ പൾസർ സുനിയെ പോലെ സീസൺഡ് ആയിട്ടുള്ള ഒരു ക്രിമിനല് 2 ഇടി കിട്ടുമ്പോഴേക്കും കൊട്ടേഷനെ ഏൽപ്പിച്ച ആളുടെ പേരല്ല പറയുക, ഏൽപ്പിച്ച ആള് പറഞ്ഞ പേരായിരിക്കും പറയുന്നുണ്ടെങ്കിൽ തന്നെ. ഇത് കോടികളുടെ ഓഫർ ഉണ്ടായിരുന്ന ഒരു കൊട്ടേഷനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഈ കൊട്ടേഷൻ തന്ന ആളുടെ പേര് പറഞ്ഞ് ആ കോടികൾ കിട്ടാതിരിക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് ഇവർ പോവില്ല. ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണ് കേട്ടോ. ഇത് എൻ്റെ ബോധ്യങ്ങളല്ല, എൻ്റെ സംശയങ്ങളാണ്. അതുകൂടാതെ 1 കോടി 1.5 കോടിയൊക്കെ ഉള്ള ഒരു കൊട്ടേഷന് ഒരു 30 ലക്ഷമെങ്കിലും അഡ്വാൻസ് മേടിക്കാതെ ഇവർ ചാടി പുറപ്പെട്ട് ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര 5-6 പേരുണ്ട്, ഇവർക്കൊക്കെ വീതം വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അവരാരും ഇത് സൗജന്യമായിട്ട് ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ തന്നാൽ മതി എന്ന് പറയില്ല. ഇതിലാകെ കൂടി കൺവിൻസിംഗ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും പിന്നെന്താ നാദൃശ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തൊരു 30,000 രൂപയുടെ കേസാണ് ഇവരാകെ കൂടി എവിഡൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഒരു മാച്ച് ആവുന്നില്ല ഇതൊന്നും. ഇത്രയും വലിയൊരു ട്രാൻസാക്ഷൻ ഓഫർ ഉണ്ടെങ്കിൽ ഒരു 30 ലക്ഷമെങ്കിലും അവർ തീർച്ചയായിട്ടും ഇവരുടെ അത് സ്ഥാപിക്കാനായിട്ട് ഇവർക്ക് പറ്റണം. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇത്രയും നടന്നിട്ടുണ്ട്,
1 ലക്ഷം രൂപ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് ആരും ഇത്രയും വലിയൊരു ക്രൈം ചെയ്യില്ല. ഇനി അത് ചെയ്താൽ തന്നെയും ബാക്കി കിട്ടാനുണ്ട്. അപ്പോൾ അപ്പോഴേക്കും ഇത് തന്ന ആൾ ഇത് ഇയാളാണെന്ന് പറഞ്ഞ് കേസിൽ അയാളെയും കൂടി കൊടുക്കാനുള്ളൊരു ശ്രമം ബോധമുള്ള ഒരു കൊട്ടേഷൻ ടീം ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി പറയുന്നത്, ദിലീപ് ഇത്രകാലം ഒന്നും പറയാതെ നിൽക്കുകയായിരുന്നു. പുറത്ത് വന്നിട്ട് അയാൾ ആദ്യം പറഞ്ഞത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് എനിക്കെതിരെയാണെന്നാണ്. എന്തുകൊണ്ട് ആ സാധ്യതകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നലെ ചാനൽ ചർച്ചയ്ക്കിടയ്ക്ക് ഒരു ജയശങ്കർ വക്കീൽ, ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ആളാണ്, പറയുന്നത് വളരെ ആധികാരികമായിട്ട് പറയുന്ന ഒരാളാണ്, സത്യസന്ധമായി പറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത്, ദിലീപിനെ പേടിച്ചിട്ട് പലരും മൊഴി മാറ്റി പറഞ്ഞു. ദിലീപ് ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അയാളുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഇത്രയും വീക്കായി പോയത് ഈ കേസ് എന്ന രീതിയിലൊക്കെ പുള്ളി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാളൊരു കാര്യം പറയുന്നുണ്ട്, പി.ടി. തോമസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. പി.ടി. തോമസാണ് ഈ സാധനം ഇത്രയും ലൈവാക്കി നിർത്തിയത്, അതിനെ പഴുതടച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പി.ടി. തോമസാണ്. അയാൾ ഒരു ദിവസം എന്നെ വിളിച്ചിരുന്നു. പി.ടി. തോമസ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ സുരേശൻ, തൃശ്ശൂരുള്ള ആളാണ്, അയാൾ അത്ര സ്ട്രോങ് അല്ലാന്ന് തോന്നുന്നു, അയാൾ ഭയങ്കര പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, നീ അയാളൊന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അതായത് അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പറഞ്ഞു. എന്നിട്ട് അതനുസരിച്ച് ഞാൻ സുരേശനെ വിളിച്ചു. സുരേശൻ എന്ന് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഇത് സ്വാധീനിക്കലല്ല എന്ന് പറയാൻ പറ്റുമോ? അതായത് പി.ടി. തോമസ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ വിളിക്കുന്നു, ജയശങ്കറിനെ അറിയാം സുരേഷിനെ, അപ്പോൾ സുരേഷൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞാൽ കേൾക്കും. ജഡ്ജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് പരസ്യമായിട്ട് ജയശങ്കർ സമ്മതിക്കുകയാണ്. ഈ പി.ടി. തോമസിന് കയ്യെത്താവുന്ന ദൂരത്തിലുള്ള ഏറ്റവും വലിയ ആൾ അഡ്വക്കേറ്റ് ജയശങ്കർ അല്ല. അതുപോലെ നൂറുകണക്കിന് ആൾക്കാരെ അയാൾ വിളിച്ചിട്ടുണ്ടാവണം. അവരൊക്കെയും ഇതുപോലെ പലതരത്തിലും സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. ഇതിനാണ് സ്വാധീനം എന്ന് പറയുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ട് നടക്കേണ്ട അന്വേഷണത്തിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസസ് ഉപയോഗിക്കാനായിട്ട് ഈ അതിജീവിതയുടെ കൂടെ നിൽക്കുന്നവർക്ക് പറ്റുമെങ്കിൽ, ഒരുപക്ഷെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, ദിലീപും അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഗൂഢാലോചന ഇരുഭാഗത്തും നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പി.ടി. തോമസ്, എനിക്കറിയില്ല ആളെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അയാളുടെ രാഷ്ട്രീയം എനിക്കറിയില്ല, കോൺഗ്രസ്സുകാരനാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൽ വന്നവർക്കൊക്കെ ദിലീപിനെ ഇതിലെങ്ങനെയെങ്കിലും പുറത്ത് ചാടാതെ നോക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊരു കണ്ണി മാത്രമാണ്. പി.ടി. തോമസ്, ജയശങ്കർ, സുരേഷൻ, ഇതുപോലെ എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച്. ഇനിയിപ്പോൾ ജയശങ്കർ പറയണ കേട്ടിട്ട് വേറെയും 10 പേരെ വിളിച്ചിട്ടുണ്ടാവാം. പി.ടി. തോമസ് ഒരു രാഷ്ട്രീയ നേതാവാണ്, വളരെ ഇൻഫ്ലുവൻസ് ഉള്ളൊരു നേതാവാണ്. അയാൾ വിളിച്ച് പറഞ്ഞിട്ട് കുറേ ആളുകളുടെ അടുത്ത് പറഞ്ഞ് ഇതുപോലെയുള്ള ഇത് ശരിക്കും ഗൂഢാലോചനയല്ല, ഇത് പരസ്യമായിട്ടുള്ള ആലോചനയാണ്. ഇനി മാധ്യമങ്ങളുടെ കാര്യം. മാധ്യമങ്ങൾ തുടക്കം തൊട്ടേ ഇതൊരു തലയിൽ കെട്ടിവെച്ച് ഇത് ഇവർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഇന്നലെ വേറൊരു ചെക്കൻ ഓടി നടക്കണില്ലേ, എന്താണ്ട് പേര്, രാഹുൽ, അവനെതിരെ ബാംഗ്ലൂരിലൊരു പെൺകുട്ടി പരാതി കൊടുത്തു. അപ്പോൾ അത് ഈ ക്ലാസ്സിൽ പ്രൊഫസർമാർ മറ്റേ ഒരു വടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കില്ലേ, അതുപോലെ ഈ പെണ്ണുങ്ങളുടെ വിചാരം ഇവരാണ് കേരളത്തിൻ്റെ പൊതുബോധം നിയന്ത്രിക്കുന്നതെന്നാണ്. കുറേ മുട്ടത്തലയന്മാരും ഇങ്ങനെ കുറേ പെണ്ണുങ്ങളുമുണ്ട്. ചാനൽ ചർച്ചകളിൽ ഇവരാണ് കേരളത്തിൻ്റെ പൊതുബോധത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇവൾ ക്ലാസ് എടുക്കുന്നത്. അതിജീവിത പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റ്സ്, രാഹുൽ രക്ഷപ്പെടാതിരിക്കാനുള്ള സാധ്യതകൾ. അപ്പോൾ അതിലൊരു പോയിന്റ് ഞാൻ പറയാം. ഇവർ പറഞ്ഞൊരു വലിയൊരു സംഭവമാണ് ആരോപണം രാഹുലിനെതിരെയുള്ളത്. ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നു, ഫോൺ എടുത്തില്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിക്കുന്നു. അത് ഇങ്ങനെ സ്ലൈഡ് എഴുതി കാണിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ പോയിന്റ് ചെയ്തിട്ട് കൊടുക്കാൻ പോകുന്ന പോയിന്റുകളാണ് ഇവർ പറഞ്ഞു തരുന്നത്. ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നു, ഫോൺ എടുത്തില്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിയാണെന്ന്. ഈ ഫോൺ എടുത്തില്ലെങ്കിൽ എടുക്കാത്ത ആളെ തെറി വിളിക്കാനുള്ള സംവിധാനം ഏത് ടെലികോം സംവിധാനത്തിലാണുള്ളതെന്ന് എനിക്കറിയില്ല. നമ്മളൊരാളെ വിളിക്കണോ, അയാൾ എടുത്തില്ലെങ്കിൽ അയാൾ നമുക്ക് തെറി വിളിക്കാൻ പറ്റും.
അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ മാധ്യമങ്ങൾ ചാനൽ ചർച്ചയുടെ ഇടയിലിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആരോപണങ്ങളാണ്. ഈ ആരോപണം പറയുന്നതിന് ഒരു കോമൺ സെൻസ് വേണ്ടേ? ഫോൺ എടുത്തില്ലെങ്കിൽ ഫോൺ എടുത്തില്ല. തെറി വിളിക്കുന്നത് എങ്ങനെ ഇവർ കേൾക്കുന്നത്? ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ തലയിൽ കുത്തിക്കയറ്റി പണ്ട് തൊട്ടേ പലരെയും ഇവർ ഇതുപോലെ ക്രിമിനൽസും കൊള്ളാത്തവരാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നില്ല. പക്ഷേ ഈ മീഡിയ ഉണ്ടല്ലോ, ചവിട്ടി തേക്കേണ്ട ജാതികളാണ്, അത്രേ പറയാനുള്ളൂ.